ഹലോ കിച്ചൻ്റെ ഇഷ് ഐസെ മിഥുൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അഡോസോ, മീൻസ് കണക്ടേഴ്സ്. ഈ അഡോസോയിൽ നമ്മൾ പറയുന്ന വേറൊരു വാക്കാണ് നുൾ പൊസിഷൻ കണക്ടേഴ്സ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള കണക്ടേഴ്സ് പോലെയല്ല. ഈ കണക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെർബിനോ സബ്ജക്റ്റിനോ പൊസിഷൻ ഒരു ചേഞ്ചും സംഭവിക്കത്തില്ല. ഓക്കെ, ഈ നുൾ പൊസിഷൻ കണക്ടേഴ്സിനെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് അഡോസു. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോന്നായിട്ട്. എന്താണ് അഡോസു? ഒന്ന്, എക്ക് പറയുന്നതാണ് ആവർ. ആവർ എന്ന് പറയുമ്പോൾ മീനിങ് ബട്ട്, then, because, order, or, sondern, rather. അടുത്തത് ലാസ്റ്റത്തെയാണ് ഉണ്ട്. ഉണ്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്കാണ് കണക്ടർ. അപ്പോൾ ബാക്കിയുള്ള ചില വെന്നുണ്ടാൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വെർബ് അമ്മന്റെ പോകും. പക്ഷേ ഈ കണക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വെർബിന് സബ്ജക്റ്റിന് ഒരു പൊസിഷനിൽ ചേഞ്ചും സംഭവിക്കത്തില്ല. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആബറിന്റെ ആബർ എന്ന് പറയുമ്പോൾ എന്താ? ബട്ട്. ഇഷ് ഹാവ് കൈനെ ഗേൾ ആബർ ഇഷ് ബിൻ ഗൂഗ്ലിഷ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഗൾഡ് ഇല്ല, പക്ഷേ ഞാൻ ഗൂഗ്ലിഷ് ആണ് എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അവിടെ നമ്മൾ ആബർ ഇട്ടു, പക്ഷേ എന്തെങ്കിലും വെർബിനോ സബ്ജക്റ്റിനോ ചേഞ്ച് ഉണ്ടോ? ലേബൽ സാറ്റ്സിൽ ഇല്ല. ഇഷ് ഹാബെ സെയിം സബ്ജക്റ്റ് വെർബ്, സെക്കൻഡ് പൊസിഷനിൽ വെർബ് വന്നു. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ആം ടയേർഡ് ബട്ട് ഐ ആം സ്റ്റിൽ വർക്കിംഗ്. ഞാൻ ക്ഷീണിതനാണ്, എന്നിരുന്നാലും പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നു. ഐ ആം വർക്കിംഗ്. അത് നമ്മൾ എങ്ങനെ എഴുതും? ഈഷ് ബിൻ മ്യൂഡേ ഐ ആം ടയേർഡ്. അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? കണക്ടർ വരണം. ആബർ എന്താണ്? ഐ ആം സ്റ്റിൽ വർക്കിംഗ്. ഈഷ് ബിൻ ആർബൈറ്റൻ നോ. Ich bin arbeiten no. I am still working. Okay. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. He cooks well but he is funny. അവൻ നല്ലോണം കുക്ക് ചെയ്യും, പക്ഷെ അവൻ ഫണ്ണിയാണ്. അത് നമ്മൾ എങ്ങനെ പറയും? Er cooked good aber er is lustig. Er cooked good aber er is lustig. Okay. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഹി ഈസ് ടയേർഡ് ഓർ ഹി ഈസ് സ്മോൾ. അവൻ ചെറുതാണ്, ബട്ട് ഹി ഈസ് സ്ട്രോങ്. അവൻ ചെറുതാണേലും അവൻ സ്ട്രോങ് ആണ്. അത് നമ്മൾ എങ്ങനെ പറയും? എർ ഈസ്റ്റ് ക്ലൈൻ സ്മോൾ. എർ അവൻ എന്താണ്? എർ ഈസ്റ്റ് ക്ലൈൻ. ആബർ സ്റ്റാർ. ആബർ എന്താണ്? സ്റ്റാർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, രണ്ട് സെന്റൻസിലെയും സബ്ജക്റ്റും വെർബും സെയിം ആണെങ്കിൽ നേബൻസാറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണ്ട. ഓക്കെ, കാരണം നമുക്ക് നോർമൽ ഇംഗ്ലീഷ് ഹി ഈസ് ഗുഡ് ആൻഡ് സ്ട്രോങ്, അല്ലെങ്കിൽ ഹി ഈസ് സ്മോൾ ആൻഡ് സ്ട്രോങ്, അല്ലാണ്ട് ഹി ഈസ് ഗുഡ് ഹി ഈസ് സ്ട്രോങ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്ന ഏതാണ്? അഡോസു. അഡോസുവിലെ എ ആണ് ആബർ. ഡി എന്താണ്? then. then the meaning ആണ് because. അവൻ ഇന്ന് വരും, ബിക്കോസ് അവന് ബുക്ക് വേണം. അവൻ ഇന്ന് വരും, അവന് ബുക്ക് വേണം. അത് നമ്മൾ എങ്ങനെ എഴുതും? എർ കോംറ്റ് ഹോയിറ്റെ, അല്ലെങ്കിൽ ഹോയിറ്റെ കോംറ്റ് എർ, then എർ ബ്രൗട്ട് ബുക്ക്. എർ കോംറ്റ് ഹോയിറ്റെ അല്ലെങ്കിൽ ഹോയിറ്റെ എർ കോംറ്റ്, then എർ ബ്രൗട്ട് ബുക്ക്. അവൻ ഇന്ന് വരും, ബിക്കോസ് അവന് ബുക്ക് വേണം. അടുത്തത് എർ ഈസ് ഗൂഗ്ലിഷ്. അവൻ ഹാപ്പിയാണ്, ബിക്കോസ് എർ ഹാഡ് ഉർലോ. അവൻ ഹാപ്പിയാണ്, കാരണം എന്താണ്? അവൻ അവധിയുണ്ട്. ഹി ഹാഡ് ഉർലോ. അടുത്തത് Ich bleibe zu Hause. I am staying at home because then es regnet. മഴ പെയ്യുന്നോണ്ട്
ഞാൻ വീട്ടിൽ തന്നെ ബ്ലൈബൻ ചെയ്തു. ബ്ലൈബൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്റ്റേ. ഇഷ് ബ്ലൈബെ സു ഹൗസേ then es regnet. മഴ പെയ്യുന്നോണ്ട് ഇഷ് സ്റ്റേ ഹേ. ഇഷ് ബ്ലൈബെ സു ഹൗസേ. ഓക്കെ, ഓർഡർ എന്താണ്? അഡോസുവിലെ മൂന്നാമത്തെ കണക്ടർ ആണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അം ബൊഹനന്റെ ബസൂഹെ ഇഷ് മൈനെ ടാൻഡെ ഓർഡർ മൈനെ ഉമ്മ. അതായത് ബൊഹനന്റെ ഞാൻ വിസിറ്റ് ചെയ്യും എന്റെ ടാൻഡേനെ അല്ലെങ്കിൽ ഒമ്മേനെ. ഓക്കെ, ഓർ ഇഷ് കൗഫെ ആഫൽ ഓർഡർ അന്തേരെ ഗെമൂസെ. ഓർ ഇതല്ലെങ്കിൽ അത്. ഓർ നമ്മൾ ഇംഗ്ലീഷിലെ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, വേറൊരു നോക്കാം. ഐ ഡ്രിങ്ക് ടീ ഓർ കോഫി. ഐ ഡ്രിങ്ക് ടീ ഓർ കോഫി. അത് നമ്മൾ എങ്ങനെ എഴുതും? ഇഷ് ഡ്രിങ്കെ ടേ ഓർഡർ കഫേ. ഇഷ് ഡ്രിങ്കെ ടേ ഓർഡർ കഫേ. ഓക്കെ, നമുക്ക് വേറൊന്ന് നോക്കാം. വി പ്ലേ ഫുട്ബോൾ ഓർ ബാസ്കറ്റ്ബോൾ. അത് നമ്മൾ എങ്ങനെ എഴുതും? വിയർ സ്പീലൻ ഫൂസ്ബോൾ ഓർഡർ ബാസ്കറ്റ്ബോൾ. വിയർ സ്പീലൻ ഫൂസ്ബോൾ ഓർഡർ ബാസ്കറ്റ്ബോൾ. ഓക്കെ, അടുത്ത കണക്ടർ നമ്മൾ നോക്കാൻ പോകുന്ന അഡോസുവിലെ സോ സൊണ്ടേൺ. സൊണ്ടേൺ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? റാദർ. സൊണ്ടേൺ എന്ന് പറഞ്ഞ മീനിങ് റാദർ. അത് ഒരു എക്സാമ്പിൾ നോക്കാം. ദസ് ഈസ് കൈൻ ഔട്ടോ സൊണ്ടേൺ ഐൻ മോട്ടോറാഡ്. ഇത് കാറല്ല, ബൈക്കാണ്. ദസ് ഈസ് കൈൻ ഔട്ടോ സൊണ്ടേൺ ഐൻ മോട്ടോറാഡ്. ഓക്കെ, അടുത്ത നോക്കാം. എർ സ്പീൽ നിഷ്ട് ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കില്ല. റാദർ എന്ത് കളിക്കും? ബാസ്കറ്റ്ബോൾ. എർ സ്പീൽ നിഷ്ട് ഫുട്ബോൾ റാദർ ബാസ്കറ്റ്ബോൾ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവൻ സംസാരിച്ചത് ഇംഗ്ലീഷ് അല്ല, മലയാളമാണ്. എർ സ്പ്രീഷ് നിഷ്ട് ഇംഗ്ലീഷ് സൊണ്ടേൺ മലയാളം. എർ സ്പ്രീഷ് നിഷ്ട് ഇംഗ്ലീഷ് സൊണ്ടേൺ മലയാളം. ഓക്കെ, റാദർ എന്നുള്ള മനസ്സിലായില്ലേ എങ്ങനെ അതിന്റെ കോണ്ടെക്സ്റ്റ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന്? അടുത്തതാണ്, അവൻ ചായയല്ല കാപ്പിയാണ് കുടിച്ചത്. അത് നമ്മൾ എങ്ങനെ പറയും? എർ ഡ്രിങ്ക് കൈനെ ടേ സൊണ്ടേൺ കഫേ. എർ ഡ്രിങ്ക് കൈനെ ടേ സൊണ്ടേൺ കഫേ. ഓക്കെ, അഡോസുവിലെ നമ്മുടെ ലാസ്റ്റ് കണക്ടർ ആണ് ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആൻഡ്. ഇംഗ്ലീഷിലെ സെയിം മീനിങ് ആണ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൻഡ്. അത് നമ്മൾ എങ്ങനെ പറയും? ഇഷ് സ്പീലെ ബാസ്കറ്റ്ബോൾ ഉണ്ട് ഫുട്ബോൾ. ഇഷ് സ്പീലെ ബാസ്കറ്റ്ബോൾ ഉണ്ട് ഫുട്ബോൾ. ഞാൻ ബാസ്കറ്റ്ബോളും ഫുട്ബോളും കളിക്കും. അടുത്തത് ഇഷ് സ്പ്രഷേ മലയാളം ഉണ്ട് ഡോയിഷ്. ഞാൻ മലയാളവും ഇംഗ്ലീഷും സംസാരിക്കും. ഇഷ് മ്യോഷ്ടെ ഗെമൂസെ ഉണ്ട് ഓബ്സ്റ്റ്. ഇഷ് മ്യോഷ്ടെ ഗെമൂസെ ഉണ്ട് ഓബ്സ്റ്റ്. അല്ലെങ്കിൽ പറയാം ഇഷ് ഫാരെ നാഹ് ഡോയ്ച്ച്ലാൻഡ് und ഇന്ത്യ. ഞാൻ ഡോയ്ച്ച്ലാൻഡിലോട്ടും ഇന്ത്യയിലോട്ടും പോകുന്നു. ഓക്കെ, ഇതാണ് നുൾ പൊസിഷൻ കണക്ടർ നമ്മൾ പറയുന്നത്. നുൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണക്ടർ യൂസ് ചെയ്യുമ്പോൾ നേബൽ സ്റ്റാറ്റ്സിലാണേലും ഏത് സ്റ്റാറ്റ്സിലാണേലും സബ്ജക്റ്റിനും വെർബിനും ഒരു ചേഞ്ചും സംഭവിക്കത്തില്ല. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. അഡോസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എക്ക് ആബർ, ഡിക്ക് ദേൻ, ഓർഡറിന് ഓർ, എസിന് സൊണ്ടേൺ, ഉണ്ടിന് യു. ഓക്കെ, താങ്ക് യു.